ഹലോ എവ്രി വൺ, എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചാനലിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് രണ്ട് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് അതിലത്തെ ആദ്യത്തെ ഒന്ന് എന്ന് പറയുന്നത് പാർട്ട് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഒന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ DLI ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പുതിയ സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റ്സിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു ഫാക്ടറാണ് പാർട്ട് ടൈമിൻ്റെ വർക്ക് അവേഴ്സ് 24 hours പെർ വീക്ക് ആക്കി എന്നുള്ളത്. ഇത് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിലീഫുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യത്തിൽ അവർ കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. കാരണം ടൈം ടേബിൾ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ടൈം ടേബിൾ ചില കോളേജസിൽ സ്വന്തമായിട്ട് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഭവം പെട്ടെന്നാണല്ലോ ടൈം ടേബിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു പെർ വീക്കിൽ ഒരു കുട്ടിക്ക് വർക്ക് ചെയ്യാൻ 20 hours എന്ന് പറയുന്നത് ഭയങ്കര ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഷിഫ്റ്റിന് പോകുന്ന സമയത്ത് പല കമ്പനീസും പല ബിസിനസ്സുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, കുറച്ചും കൂടെ ഒരു അവൈലബിലിറ്റി ഉണ്ടെങ്കിലാണ് അവർക്കും നമ്മളവിടെ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു ലാഭമുള്ളൂ, പാർട്ട് ടൈം ആണെങ്കിൽ തന്നെയും. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു മേജർ കൺസേൺ ആയതുകൊണ്ടാവാം ഇങ്ങനത്തെ ഒരു ചേഞ്ച് അവർ അനൗൺസ് ചെയ്തത്. ഏർലിയർ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഒരു 6 മാസം മുമ്പേ പലതും അനൗൺസ് ചെയ്ത് വന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു. അതായത് fall 2024 ഒക്കെ ആകുമ്പോഴേക്കും, ഓൾമോസ്റ്റ് ജാനുവരി ഇൻടേക്കിൻ്റെ ടൈം ആകുമ്പോഴേക്കും പാർട്ട് ടൈം അവേഴ്സിൽ അവർ ചേഞ്ചസ് വരുത്തും. അതുവരെ ബി പേഷ്യൻറ്റ്, വർക്ക് ചെയ്യേണ്ട 24 hours എന്നുള്ള രീതിയിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിക്ലറേഷൻ ഓൾമോസ്റ്റ് കെയിം ടു ദ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അതായത് എല്ലാവർക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് 24 hour പെർ വീക്ക് വർക്ക് ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അത് മാത്രമല്ല പല പ്രൊവിൻസസിലും, ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പല പ്രൊവിൻസസിലും പല ജോബുകൾക്കും വേജസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ആവറേജ് ആയിട്ടുള്ള ഒരു മിനിമം വേജിൽ നിന്ന് ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇൻഫർമേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ ഹയറിങ്സും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ഷോർട്ട് ഈ ഒരു 24 hours പെർ വീക്ക് ആക്കി എന്നുള്ളത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ന്യൂസാണ്. കാരണം ഇവിടെ നിന്ന് ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എല്ലാം റെസ്യൂമേ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാലും അവൈലബിലിറ്റി എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അതായത് ഒരു കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മണിക്കൂർ ആ ഷോപ്പിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പെർ ഡേ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് വീക്ക്ലി 24 hour സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യം ഇൻ ദ സെൻസ് 20 hours തികച്ചു പോലും കിട്ടാത്ത പിള്ളേരുണ്ടായിരുന്നു അവരുടെ ടൈം ടേബിളും വീക്ക്ലി അവൈലബിലിറ്റിയും കാരണം. പക്ഷേ 24 hours ആക്കുന്ന സമയത്ത് നമുക്കൊരു ഹോപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും കമ്മിങ് ടൈമുകളിൽ ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവട്ടെ, നല്ലൊരു ഇൻക്രീസ് തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് പേഴ്സണലി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഗ്രീവൻസസ്, പാർട്ട് ടൈമിന് ടൈം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഗ്രീവൻസസ് അവരെന്തായാലും കേട്ടിരിക്കാം. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള ഫാക്ടറാണ്. അതേ സമയത്ത് എംപ്ലോയറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നും കൂടെ ഉള്ളൊരു ഗ്രീവൻസ് അവർ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു എംപ്ലോയറിന്, ഒരു ബിസിനസ് നടത്തുന്ന ആൾക്ക്, ഒരു എംപ്ലോയറിന് ഒരു പാർട്ട് ടൈം ഉള്ളൊരു സ്റ്റുഡൻറ്റിനെ എടുക്കുന്നതാണ് ഫുൾ ടൈം എംപ്ലോയിനെ എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഫുൾ ടൈം എംപ്ലോയിയുടെ ഡിമാൻഡ്സ് ആയിരിക്കില്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന ഒരു ഫാക്ടർ എന്താ വെച്ചാൽ, ഈ കുട്ടി ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ അവേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ആ കുട്ടിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഫാക്ടറായിരുന്നു. അപ്പം മേ ബി എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്നും കൂടെ ഉള്ള ഒരു നോഷൻ പ്രകാരമായിരിക്കാം ഈ അവേഴ്സ് കൂട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം 24 hours പെർ വീക്ക് എന്ന് പറയുന്നത് ഭയങ്കര റിലീഫുള്ളൊരു ഫാക്ടർ തന്നെയാണ്. കാരണം ഞാൻ അവിടെ എത്തിയിട്ടുള്ള എന്നോട് 2 ജോബൊക്കെ മാറി ചെയ്യുന്ന പിള്ളേരുണ്ട്. അവരെപ്പോഴും എന്നോട് പറയാറുണ്ട്, ചേച്ചി ആക്ച്വലി ചില ഏരിയാസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്, ഒരൊറ്റ കൺസേൺ മാത്രമേ ഉള്ളൂ, നമ്മുടെ അവേഴ്സ് തികയുന്നില്ല. അതായത് പലതും കയ്യിൽ നിന്ന് പോവുക, നമ്മുടെ അവേഴ്സ് മീറ്റ് ചെയ്യാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള വേറൊരാളുള്ള, അപ്പോൾ അവരിലേക്ക് ചാൻസ് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടെന്നല്ലാതെ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് അലീന, ജൂബിൻ, അങ്ങനെ കുറച്ച് പേര് അത് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നല്ല ജോബാണ്, അത്യാവശ്യം സ്റ്റെബിലിറ്റി നമുക്ക് ഫിനാൻഷ്യലി വരും, പക്ഷേ ഇതാണ് ഒരു കൺസേൺ. കാരണം
രണ്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് 24 hour per വീക്കാണ് ലീഗലി അലൗ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. അതിനു മുമ്പ് 20 hour per വീക്കായിരുന്നു. പക്ഷെ അവർക്ക് എങ്ങനെ നോക്കുമ്പോഴും ഈ രണ്ട് ജോലിയിലേക്ക് മണിക്കൂറുകൾ മീറ്റ് ആവാത്തൊരു സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു എക്സ്ട്രാ 4 hours കൂടി കിട്ടിയത് കൊണ്ട് ഹോപ്പ്ഫുള്ളി ഇനി നെക്സ്റ്റ് എന്തായിരിക്കും, വേജസിലുള്ള ഇൻക്രീസും കൂടി ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ അപ്ഡേറ്റ് വിച്ച് ഇസ് ആക്ച്വലി എ പോസിറ്റീവ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ഇനി അടുത്തതായിട്ടുള്ളൊരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുള്ളതും എനിക്കിപ്പോൾ റെപ്പിറ്റേറ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു ചേഞ്ച്. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണ്, വേറൊരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ പുതിയ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യണം, എന്നാലാണ് നമുക്കത് പോസിബിൾ ആവുള്ളൂ എന്നുള്ളൊരു പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് എല്ലാവർക്കും ഉള്ളത്. ഞാൻ കുറച്ചും കൂടെ അത് സിമ്പിളാക്കി തരാം. നമ്മൾ യൂണിവേഴ്സിറ്റി, കോളേജ് എന്നുള്ളതെല്ലാം പറയുന്നത് നിർത്തിയിട്ട് അതിന് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. ഇപ്പം ലാസ്റ്റ് കാനഡ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയല്ലോ. അതായത് ഇനി എല്ലാവരും പബ്ലിക് കോളേജിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ, PGWP കിട്ടുള്ളൂ. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുള്ള പോലത്തെ സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടില്ല എന്നുള്ളൊരു ലോ വന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു ടേമാണ് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കറക്റ്റായിട്ട് IRCCയിൽ നമുക്ക് ആ ലിസ്റ്റ് ഉണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് അതിൻ്റെ കീഴിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ DLI എന്നുള്ള ടേം മാത്രം നിങ്ങളെ മൈൻഡിൽ ആലോചിക്കുക. DLI ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു നമ്പർ ഉണ്ടാവും. അതിന് വ്യക്തമായിട്ടത് ഗവൺമെൻറ്റിൻ്റെ കീഴിലോ ഗവൺമെൻറ്റിനോട് അസോസിയേറ്റഡ് ആയിട്ടോ വർക്ക് ചെയ്യുന്നതായിരിക്കും, അംഗീകരിക്കപ്പെട്ട ഒന്നായിരിക്കും. അതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PGWP ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്ന് നമ്മൾ പിച്ച് ചെയ്യുക, അതായത് ഇത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരു ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേറൊരു ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമ്പോൾ, അത് യൂണിവേഴ്സിറ്റി ആവാം, കോളേജ് ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്, കോഴ്സ് ചേഞ്ച് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പണ്ടാണെങ്കിൽ ഈസിലി നമുക്കത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഓഫർ എടുത്ത് ഫീ പേ ചെയ്ത് നോർമലി നമുക്ക് പോകാമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരു കൈൻഡ് ലൈക്ക് പുതിയ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷന് വേണ്ടി വെക്കണം. ഇത് വരാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു മാറ്റം വന്നപ്പോഴും കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണത്, അത് അവിടെയുള്ള പിള്ളേർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണത് നമ്മൾ നാട്ടിലല്ല. അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഏജൻറ്റുകളുടെ അടുത്ത് പോയിട്ടോ ഫാമിലിയുടെ ഒരു കംഫർട്ട് സോണിലല്ല, നിങ്ങൾ വേറൊരു സ്ഥലത്താണ്. ആക്ച്വലി അതിൻ്റെ സ്ട്രെസ്സാണ് നിങ്ങൾക്ക് ഈ മാറ്റം വന്നപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. കാരണം അവരത് കൊണ്ടുവരാനുള്ളൊരു മേജർ ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം ആളുകൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, പല കുട്ടികളും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ഇപ്പോൾ സ്റ്റേ ബാക്ക് ഒന്നും ഇല്ലാത്ത PGWP ഗ്രാൻഡ് ചെയ്യാത്ത കോളേജസ് ഉണ്ടാവുമല്ലോ, യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ പോയി പെട്ടിട്ടുമുണ്ട്. അവർക്ക് പിന്നീട് ഈ ഡിപ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു ന്യൂസസ് കാണില്ലേ, അതൊക്കെ റോങ് ചോയ്സസും അതുപോലെ തന്നെ വർക്ക് അവേഴ്സ് കറക്റ്റ് പാലിക്കാത്തവർ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറി പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇനി ഇതിൽ കൺഫ്യൂഷനുള്ള വേറെ കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരാളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അബി എന്ന് പറഞ്ഞൊരു കുട്ടി, അബി എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന എനിക്കിപ്പോൾ വിസ കിട്ടിയിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിലാണ്. അത് എനിക്ക് ലാംപ്ടൺ കോളേജിലാണ് കിട്ടിയത്, ഫോർ എക്സാമ്പിളാണ് കേട്ടോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രേസർ വാലിയിലാണ് കിട്ടിയത്. ഞാൻ അവിടെ എത്തിയിട്ട് കോഴ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞ വഴി കോഴ്സ് ചേഞ്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ അതേ കോളേജിൽ തന്നെ വേറൊരു കോഴ്സും കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പുതിയ സ്റ്റഡി പെർമിറ്റിന് ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട് വേണോ, ഞാൻ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണോ? ആ ഒരു കേസിൽ അവിടുത്തെ ആൻസർ നോ ആണ്. അതായത് ഒരേ DLI ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ അബിക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യേണ്ടത് എവിടെയാണ്? അവന് വിസ കിട്ടിയ സ്ഥലത്ത് തന്നെയാണ്. വിസ കിട്ടിയ കോളേജല്ല, നമ്മളപ്പോൾ അവിടെ എന്താ പറയേണ്ടത്, DLI. ഒരേ DLI നമ്പറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് അവന് പഠിക്കേണ്ടത്. അവന് എവിടെയാണോ വിസ കിട്ടിയത്, ഫോർ എക്സാമ്പിൾ DLI നമ്പർ 1 ആണ് അവന് വിസ കിട്ടിയത്, ഈ DLI നമ്പർ 1 തന്നെയാണ് അവന് വേറൊരു കോഴ്സ് എടുക്കേണ്ടത്. അപ്പോൾ അവന് ഈ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ വെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ ഒരു കേസ്, സെയിം അബി എന്നുള്ള ക്യാരക്ടർ. അബി പറയുകയാണ്, ചേച്ചി ഞാനിവിടെ എടുത്തത് ഈ കോളേജിൻ്റെ അല്ലെങ്കിൽ ഈ DLIയുടെ ഈ ക്യാമ്പസിലാണ്, X ക്യാമ്പസിലാണ്. എനിക്ക് ഈ DLIയുടെ തന്നെ Y ക്യാമ്പസിലേക്കാണ് കോഴ്സ് ചേഞ്ച് ചെയ്ത് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ വെക്കണോ? അപ്പോൾ അബിയുടെ ഡൗട്ട് പ്രകാരം എന്താണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ DLI സെയിം DLI ആണ്.
അതായത് ലാംപ്ടൺ കോളേജിലേക്ക് തന്നെയാണ് അവന്, പക്ഷെ 2 ക്യാമ്പസാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ 2 ക്യാമ്പസുകളും ഈ സെയിം DLI നമ്പറിലാണോ വരണമെന്ന് നോക്കുക. ഈ 2 നമ്പർ 1 ഇപ്പോൾ 1 ക്യാമ്പസ് സർണിയ, 1 ക്യാമ്പസ് XY അങ്ങനെ കിടക്കണമെന്ന് വിചാരിക്കുക. ആ നമ്പർ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ DLIയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമ്പസ് മാറാനും നിങ്ങൾ പുതിയ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ വെക്കേണ്ട കാര്യമില്ല. സോ ഫാർ ക്ലിയർ ആയെന്ന് എനിക്ക് മനസ്സിലാവണു. അതായത് ഇപ്പം അബി എന്ന് പറഞ്ഞ കുട്ടിക്ക് അവന് ഇവിടുന്ന് വിസ കിട്ടിയതുള്ള കോളേജിൽ വേറൊരു കോഴ്സിനാണ് പോണേന്നുണ്ടെങ്കിൽ അത് സെയിം DLIയിൽ പെടുന്നതാണ്. അപ്പോൾ അവന് പുതിയ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ വെക്കണ്ട. ഇതേ അബിക്ക് ഒരേ DLI നമ്പറിൽ പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 ക്യാമ്പസുകളിൽ വേറൊരു ക്യാമ്പസിലേക്കാണ് മാറേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെയും അവിടെയും സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ വെക്കേണ്ട കാര്യമില്ല, സ്മൂത്താണ്. ഈ 2 കണ്ടീഷൻസിലും അവരെന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ വെക്കണം എന്നുള്ളൊരു അപ്ഡേറ്റ് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് വെരി ക്ലിയർ. കാരണം നമ്മൾ ഏത് DLIയിലാണോ നമുക്ക് കിട്ടിയത് ആ DLI നമ്പറിൽ പെടുന്ന ഏത് ക്യാമ്പസിലേക്ക് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇതാണ് ഇത്ര വരെ ഉള്ളതിൽ കൺഫ്യൂസിങ് ആയിട്ട് അവിടെയുള്ള പിള്ളേർക്കും ഇവിടുന്ന് പ്രോഗ്രാം അവിടെ എത്തിയിട്ട് മാറണം എന്നുള്ള പിള്ളേർക്കുള്ളൊരു മേജർ ഡൗട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പ്രോഗ്രാം ചോയ്സ് PGWP ലിസ്റ്റിൽ പെടുന്നതാണോ, അങ്ങനെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണോ എന്നുള്ളത് നോക്കിയിട്ട് സെയിം കോഴ്സിൽ സെയിം കോളേജിൽ കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് സോഫാർ പ്രശ്നമില്ല.